നമുക്ക് ആരംഭിക്കാം. ഒന്നാം അധ്യായം 25 വരെയല്ലേ എടുത്തത്? ഇനി 26 അതെ, ഇനി 26. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം അധ്യായം 1 ശ്ലോകം 26 ഇന്ന് ആരംഭിക്കും. ഏതേഷാം കവിർമഹാവീര ഭവനേതിത്രയാം ആസന്നൂർധരേതസ്ത ആത്മവിദ്യായാം അർത്ഥഭാവാദാരഭ്യകൃതപരിചയാഹം പാരമഹംസമേവാശ്രമമഭജൻ. മുകളിൽ അദ്ദേഹത്തിന്റെ പുത്രന്മാരെ കുറിച്ചും മകളെ കുറിച്ചൊക്കെയാണ്. മകളുടെ പേര് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അഗ്നിനാമങ്ങളുള്ള 10 പുത്രന്മാരുടെ പേരും കൂടിയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത്. ഏകദേശം ഇവരിൽ വെച്ച് കവി മഹാവീര ഭവനയിൽ, അതിൽ വെച്ച് കവിയെന്ന്, മഹാവീരനും ഭവനൻ എന്നുള്ള 3 പേര്. ഈ 3 പുത്രന്മാർ, ഇത് 3 പേര് ആസൻ ആയിരുന്നു. ഊർധ്വരേതഫുകൾ ആയിരുന്നു. ഇന്ദ്രിയങ്ങളെ ജയിച്ചവരായിരുന്നു എന്നർത്ഥം മനസ്സിലാക്കിയാൽ മതി. സാധാരണ പോലെ രേതഫ് ഒഴുകി വരുന്ന രീതിയല്ല. രേതഫ് മുകളിലേക്ക് ഉദ്ഗമിക്കുന്നവരാണ്. അത് ഇന്ദ്രിയങ്ങളെ വശീകരിച്ചവരാണ് എന്ന് സാരം. ഊർധ്വരേതഫ തേ അവർ ആത്മവിദ്യായാം, അവർ ആത്മവിദ്യയിൽ അർഭഭാവാത് ആരഭ്യ, അർഭകൻ എന്ന് പറഞ്ഞ പുത്രൻ, ശിശു എന്ന്, അർഭഭാവാത് ശൈശവകാലം മുതൽ തന്നെ ആരംഭിച്ചിട്ട് അർഭഭാവാദാരഭ്യ ആത്മവിദ്യായാം അർഭഭാവാത് ആരഭ്യ, ആത്മവിദ്യയിൽ കുട്ടിക്കാലം മുതൽ തന്നെ ആരംഭിച്ചിട്ട് കൃതപരിചയ, നല്ല പരിചയമുള്ളവരായിട്ട് പാരമഹംസമേവ ആശ്രമം അഭജൻ, പരമഹംസന്മാരെ സംബന്ധിക്കുന്ന ആശ്രമത്തെ തന്നെ ആശ്രയിച്ചു, ധരിച്ചു. നൈഷ്ഠിക ബ്രഹ്മചാരികളായി ഏറ്റവും അധികം ഉത്കൃഷ്ടമായി ശോഭിക്കുന്ന മനുഷ്യന് എത്താൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ് പരമഹംസ പദവി. ആ പദം വരെ ഈ 3 പേരും എത്തിച്ചേർന്നു. ഏതേഷം കവിർ മഹാവീര ഭവനേതിത്രയ ആസന്നോദ്ധരേതഫ ആത്മവിദ്യായാം അർത്ഥഭാവാദാരഭ്യകൃതപരിചയാഹം പാരമഹംസമേവാശ്രമം അഭജൻ. ഏതേഷം കവിർ മഹാവീര ഭവനേതിത്രയ ആസന്നൂർധ്വരേതഫ ആത്മവിദ്യായാം അർത്ഥഭാവാദാരഭ്യകൃതപരിചയാഹം പാരമഹംസമേവാശ്രമം അഭജൻ. തസ്മിन् ഭവാം ഉപശമശീല പരമർഷയാം സകലജീവനികായാമാവാസസ്യ ഭഗവതോ വാസുദേവസ്യ ഭീതാനാം ശരണഭൂതസ്യ ശ്രീമച്ചരണാരവിന്ദാവിരതസ്മരണാവികിളിത പരമഭക്തിയോഗാനുഭാവേന പരിഭാവിത അന്തർഹൃദയ അധികതേ ഭഗവതി സർവേഷാം ഭൂതാനാമാത്മഭൂതേ പ്രത്യഗാത്മന്യേവ ആത്മനസ്താദാത്മ്യം അവിശേഷേണ സമീയൂ. തസ്മിൻ നു, അതിൽ ആകട്ടെ, തസ്മിൻ നു ഹ വ,
അതെ, ഇത് മൂന്നും ഉക്തമായ അർത്ഥത്തെ ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മൂന്ന് അവ്യയങ്ങളാണ്. താഴോട്ടും ബാക്കിയുള്ള നമുക്ക് അന്വയിക്കാൻ പറ്റും. ഉപശമശീല, ഉപശമ സ്വഭാവത്തോടു കൂടിയവരായിരുന്നു. അതിൽ പരമർഷയ, പരമമായ ഋഷികൾ, ഉപശമശീലന്മാർ, ഇന്ദ്രിയങ്ങളെ അടക്കി അഷ്ടാംഗ യോഗങ്ങളിലൂടെ ഉപശമം ശീലിച്ചവരായ ആ പരമർഷിമാർ സകല ജീവനികായ ആവാസസ്യ, എല്ലാ ജീവരാശികളുടെയും, ജീവരാശികളുടെ ആവാസസ്യ, ആവാസത്തിനെ വസിക്കുന്നതിന്, സകല ജീവരാശികളുടെയും ആവാസസ്ഥാനമായിരിക്കുന്നവൻ, സകല ജീവനികായ ആവാസസ്യ ഭഗവതോ വാസുദേവസ്യ, ഭഗവാനായ വാസുദേവന്റെ, ഭീതാനാം ശരണബോധസ്യ, ഭീതന്മാർക്ക് ആശ്രയഭൂതമായി തീർന്നിരിക്കുന്ന വാസുദേവന്റെ. ഇത് രണ്ടും ഭഗവാന്റെ വിശേഷണമാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയമായിരിക്കുന്നവനും ഭീതന്മാർക്ക് ശരണഭൂതനായിരിക്കുന്നവനുമായ ഭഗവാന്റെ വാസുദേവസ്യ ശ്രീമത് ചരണാരവിന്ദ, ശ്രീമത്തായ ചരണാരവിന്ദത്തെ അവിരത സ്മരണ, ഇടതടവില്ലാതെ സ്മരിക്കുന്നത് കൊണ്ട്, അവിരത സ്മരണ, അവികളിത, വിട്ടുപോവാത്ത, വീണുപോവാത്ത, വികളിതം വീണുപോയത്, അവികളിതം വീണുപോവാത്ത, വിട്ടുപോവാത്ത, പരമഭക്തിയോഗാനുഭാവേന, പരമമായ ഭക്തിയോഗത്തിന്റെ അനുഭവം കൊണ്ട്, പരിഭാവിത അന്തർഹൃദയ അധികതേ ഭഗവതി, പരിഭാവിതമായ ഉറപ്പിച്ചു വെച്ച അന്തർഹൃദയ അധികതേ, ഹൃദയത്തിന്റെ അകത്ത് അധികതനായിരിക്കുന്ന ഭഗവാനെ ഉറപ്പിച്ചു വെച്ചുകൊണ്ട്, ഭഗവതി, ഭഗവാനിൽ, സർവേഷാം ഭൂതാനാം ആത്മഭൂതേ, എല്ലാ ഭൂതങ്ങളുടെയും ആത്മഭൂതനായിരിക്കുന്ന ഭഗവാനിൽ, സർവേഷാം ഭൂതാനാം ആത്മഭൂതേ ഭഗവതി, പ്രത്യേകാത്മനി ഏവ ആത്മനഃ താദാത്മ്യം അവിശീഹീണ സമീയു, പ്രത്യേകാത്മനി ഏവ, പ്രത്യേകാത്മന്യേവ, ആത്മനഃ തന്റെ തന്നെ, താദാത്മ്യം ഒന്നായി തീരൽ, അവിശേഷീണ സമീയുഹു ഒരു വിശേഷവുമില്ലാതെ, സമീയുഹു പ്രാപിച്ചു എന്നർത്ഥം. ബാക്കിയുള്ളവർ, ഈ മൂന്ന് പേര് പരമഹംസന്മാരായി, ബാക്കിയുള്ളവർ ഋഷിമാരായി. അവരെ ഭഗവാന്റെ ചരണാരവിന്ദത്തെ ഉള്ളിൽ ഉറപ്പിച്ച് ജീവിച്ചവരാണ്. എങ്ങനെയുള്ള ഭഗവാന്റെ എന്ന് പറഞ്ഞതാണ്, സകല ജീവനികായ ആവാസസ്യ, ഭീതാനം ശരണബോധസ്യ, വാസുദേവസ്യ, ശ്രീമച്ചരണാരവിന്ദ അവിരത സ്മരണ അവികളിത പരമഭക്തിയോഗാനുഭാവേന, ഭഗവാന്റെ പാദപത്മങ്ങളിൽ ഒരിക്കലും നിരന്തരമായുമുള്ള ഭക്തി, വല്ലപ്പോഴും ഒരിക്കലല്ല, ആഴ്ചയിൽ ഒരിക്കലല്ല, മാസത്തിൽ ഒരിക്കലല്ല, ഒരു നേരം എന്നല്ല, സദാസമയം ഭഗവാന്റെ പാദപത്മങ്ങളിൽ മനസ്സുറപ്പിച്ചുകൊണ്ട്, അതുകൊണ്ട് പരമമായ ഭക്തിയോഗം അനുഭവിച്ചിട്ട്, ആ ഭക്തിയോഗം കൊണ്ട് ഭഗവാനെ ഉള്ളിൽ ഉറപ്പിച്ച് നിർത്തിവെച്ചത് വിട്ടുപോവാതെ, എല്ലാം സകല ഭൂതങ്ങളുടെയും ആത്മഭൂതനായ ഭഗവാനിൽ അർപ്പിച്ച് താദാത്മ്യഭാവത്തോടെ ഭഗവാനിലേക്ക് ലയിച്ച് ആത്മൈക്യം പ്രാപിച്ചു, വിമുക്തരായി തീർന്നു. അവരെ, പരമർഷികളായ അവരെ, ആ പരമഹംസാശ്രമത്തിൽ ഇരുന്നിട്ട് സകല ജീവരാശികളുടെയും നിവാസസ്ഥാനമായ സംസാരത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ട്, ആ ഭഗവാനായ വാസുദേവന്റെ ചരണാരവിന്ദത്തെ സ്മരിച്ചതുകൊണ്ട് അഖണ്ഡമായ ഭക്തിയോഗം ഉണ്ടായി. പരിശുദ്ധമായ ഹൃദയ അന്തർഭാഗത്ത് അനുഭവജ്ഞാനത്തിന് വിഷയമായി ഭവിച്ച
ജ്ഞാനാനന്ദ സ്വരൂപനായ പ്രത്യേകാത്മാവിൽ അഹന്താദികളായ ഭാവങ്ങളെ എന്താണ് ഇല്ലാതാക്കിയിട്ട് ആത്മൈക്യത്തെ പ്രാപിച്ചു. തസ്മിന്നു ഭവാ ഉപശമശീല പരമർഷയ ഫകരജീവനികായാവാഫ്യ ഭഗവതോ വാസുദേവഫ്യ ഗീതാനാം ശരണഭൂതസ്യ ശ്രീമച്ചരണാരവിന്ദാവിദത സ്മരണാഭ്യ അവികലിത പരമഭക്തിയോഗാനുഭാവേന പരിഭാവിത അന്തർഹൃദയാധിഗതേ ഭഗവതി സർവേഷാം ഭൂതാനാം ആത്മഭൂതേവ പ്രത്യഗാത്മന്യേവ ആത്മനഃ താദാത്മ്യവിശേഷേണ സമീയോ. തസ്മിൻ ഭവാ ഉപശമശീല പരമർഷയ സകലജീവനികായാവാഫ്യ ഭഗവതോ വാസുദേവഫ്യ ഭീതാനാം ശരണഭൂത ശ്രീമച്ചരണാരവിന്ദാവിദത സ്മരണാവികളിത പരമഭക്തിയോഗാനുഭാവേന പരിഭാവിത അന്തർഹൃദയാധിഗതേ ഭഗവതി സർവേഷാം ഭൂതാനാമാത്മഭൂതേ പ്രത്യഗാത്മന്യേവ ആത്മനഃ താദാത്മ്യവിശേഷേണ സമീയോ. തസ്മിന്നു ഭവാ ഉപശമശീല പരമർഷയ സകലജീവനികായാവാഫ്യ ഭഗവതോ വാസുദേവഫ്യ ഭീതാനം ശരണഭൂതസ്യ ശ്രീമച്ചരണാരവിന്ദാവിദത സ്മരണാവികളിത പരമഭക്തിയോഗാനുഭാവേന പരിഭാവിത അന്തർഹൃദയാധിഗതേ ഭഗവതി സർവേഷാം ഭൂതാനാമാത്മഭൂതേ പ്രത്യഗാത്മന്യേവ ആത്മനഃ താദാത്മ്യവിശേഷേണ സ്മീയോ. ഏവം ഉപശമായമാനേഷു സ്വതനേഷു ജഗദീപതി ജഗതീം അന്യഫ്യാമപി ജായായം ത്രയപുത്രാഃ ആസന്നെ ഉത്തമസ്താമസോരൈവ തൈതീമന്വന്തരാധിപതയഃ. അന്യാഫാമപി ജായായാം മറ്റൊരു ഭാര്യയെ ബഹിഷ്മതി കൂടാതെ മറ്റൊരു ഭാര്യയിൽ അന്യാഫാമപി ഭാര്യ ഐ ജായായാം ത്രയഃപുത്ര ആസൻ 3 പുത്രന്മാരുണ്ടായി. ഉത്തമൻ, താമസൻ, ദൈവതൻ എന്ന് ഇവർ 3 പേരും മന്വന്തരാധിപതികളായിട്ട് മാറി. ഉത്തമൻ ഒരു മന്വന്തരാധിപതനാണ്. ഒരു മന്വന്തരം ആ പേരിലാണ് അറിയപ്പെടുന്നത്. താമസൻ ഒരു മന്വന്തരാധിപതിയായി അദ്ദേഹത്തിന്റെ പേരിലാണ് ആ മന്വന്തരം അറിയപ്പെടുന്നത്. രൈവതനും അങ്ങനെ തന്നെയാണ്. അങ്ങനെ മന്വന്തരാധിപതികളായിട്ട് ഒരു 3 പേര് മാറി മറ്റൊരു ഭാര്യയിലുണ്ടായി വന്നു. ഏവം ഉപശമായമാനേഷു സ്വതനേഷു ജഗദീപതൻ ജഗതീം അർബുദാന്യേകാദശ പരിവത്സരാണം അവ്യാഹതാഖില പുരുഷകാരഭാരസംഭൃത ദോർദണ്ഡയുഗളാഭീഡിതമൗർവീ ഗുണസ്തനിത വിരമിത ധർമ്മ പ്രതിപക്ഷോ ബർഹിഷ്മത്യാശ്ചാനുദിനം ഏതമാന പ്രമോദ പ്രസരണ യൗഷിണ്യൗക്രീഡാ പ്രമുഷിത ഹാസാവലോകരുചിര ക്ഷീല്യാദിഭി പരാഭൂയമാന വിവേക ഇവ അനവബുദ്ധിമാന ഇവ ഭാമനാഃ ബുദ്ധ്യേ. ഏവം ഉപശമായനേഷു ഇങ്ങനെ ഉപശമം എന്നുള്ളത് വിരക്തി വന്ന് സന്യസിച്ച ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു പേരാണ്. അയനേഷു, അയനം താമസ സ്ഥലം, ഗൃഹം, വീട് രണ്ടും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ ആശ്രമം എന്നർത്ഥത്തിന് സന്യാസിമാർ. ഉപശമായമാനേഷു സന്യാസാശ്രമത്തിൽ ഇരിക്കുമ്പോൾ എന്നർത്ഥം. ഏവം ഉപശമായമാനേഷു സ്വതനേഷു അഥ സ്വന്തം പുത്രന്മാർ ഇങ്ങനെ സന്യസ്ത ജീവിതരായിട്ട് ആശ്രമ ജീവിതം നയിച്ചു വരവേ അഥ അനന്തരം ഏവം ഉപശമായനേഷു സ്വതനേഷു അഥ ജഗദീപതി രാജാവ് ജഗതീം ഭൂമിയെ ജഗത്തിനെ അർബുദാനി ഏകാദശ പരിവത്സരാണാം. അർബുദം എന്നുള്ളത്
10 കോടി എന്നുള്ള ഒരു സംഖ്യക്ക് പറയുന്ന ഒരു വാക്കാണ് അർബുദം എന്നത്. 1 മുതൽ എണ്ണി വരുമ്പോൾ എത്തിച്ചേരുന്ന അവസാനത്തെ സംഖ്യ 10 കോടിയാണ് അർബുദം എന്ന്. അർബുദങ്ങൾ ഏകാദശ പരിവത്സരാണാം. അപ്പൊ എന്താണ്? 11 അർബുദകാലം. 11 ഗുണം 10, 10 ഗുണിച്ച് കിട്ടുന്ന കാലത്തോളം, അതായത് 110 കോടി സംവത്സരക്കാലം രാജ്യം ഭരിച്ചു എന്ന് പറയേണ്ടി വരും. അർബുദാനി ഏകാദശ പരിവത്സരാണ. 11 അർബുദകാലങ്ങളോളം അവ്യാഹത അഖില പുരുഷകാല സാര സംഭൃത ദോർദണ്ഡയുഗളാപീഡിത മൗവീഗുണസ്തനിത വിരമിത ധർമ്മപ്രതിപക്ഷോ ബർഹിഷ്മത്യാശ്ചാനുദിനം ഏധമാന പ്രമോദ പ്രസരണ യൗഷിണ്യൗ വീഡ പ്രമുഷിത ഹാഫാവലോക രുചിരക്ഷേല്യാദിഭി. വാക്ക ഇത്രയും നീട്ടി വാക്കുകൾ ഉപയോഗിക്കുന്ന ബാലഭട്ടനെ പോലും അതിശയിക്കുന്ന ഒരു സമസ്ത പദങ്ങളുടെ പ്രയോഗം വ്യാസൻ ഭാഗവതത്തിന്റെ ഒരു ഭാഗത്ത് അടുക്കി വെച്ചു എന്ന് പറയുമ്പോൾ കവികുല ഗുരു എന്നേ പറയാൻ പറ്റും. ഇതിനു മുമ്പ് ജീവിച്ച സകലമാന കവികളും ഇനിയും വരാൻ പോകുന്ന കവികളും എന്തൊക്കെയാണോ പ്രയോഗിക്കുന്നത് അതെല്ലാം തൻ്റെ കാവ്യമായ ഈ ഭാഗവതത്തിൽ ഉണ്ടാകും എന്നുറപ്പാണ്. ജഗതിയും അർബുദാനി ഏകാദശ പരിവത്സരാണാം. ഔവ്യാഹതം തടസ്സമില്ലാത്ത, വ്യാഹതം തടസ്സം അവ്യാഹതം തടസ്സമില്ലാത്ത അഖില പുരുഷകാരം പ്രയത്നം എന്നർത്ഥം. പുരുഷകാരം എന്ന വാക്കിന്റെ അർത്ഥം പ്രയത്നം. അതിന് പുരുഷനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അഖില പുരുഷകാരം സകല പ്രയത്നത്തിന്റെയും ഭാരം കൊണ്ട് സംഭരിച്ച ദോർദണ്ഡം നീണ്ട 2 കയ്യുകൾ. ദോഹു കയ്യുകൾ, ദണ്ഡം കമ്പുപോലെ നീളത്തിലുള്ള നീണ്ട കയ്യുകൾ. ദോർദണ്ഡ യുഗളം 2. അതുകൊണ്ട് ആപീഡിത മൗർവീഗുണ, ആപീഡിതം പീഡിപ്പിക്കപ്പെട്ട, മൗർവീ ഗുണം വില്ലിന്റെ ഞാണം, മൗർവി വില്ല്, ഗുണം ജ്ഞാനം. യുഗള ആപീഡിത മൗർവീ ഗുണ, അതുകൊണ്ട് ഉള്ള സ്തനിതം ശബ്ദം. ആ ശബ്ദം കൊണ്ട് വിരമിച്ച പിന്തിരിഞ്ഞു പോയ ധർമ്മപ്രതിപക്ഷന്മാർ, ധർമ്മവിരോധികൾ, ധർമ്മത്തോട് വിരോധം കാണിക്കുന്നവരെയൊക്കെ തൻ്റെ വില്ലിന്റെ ഞാണൊലി കൊണ്ട് അദ്ദേഹം തുരത്തി ഒഴിക്കും. പ്രിയവ്രതന്റെ വില്ല് ഒന്ന് വളച്ച് ഞാൻ കെട്ടുന്ന ശബ്ദം കേട്ടാൽ ശത്രുക്കൾ ഭയന്ന് ദൂരെ പോകും, പിന്നെ നിൽക്കില്ല. ആരാണ് ഈ ശത്രുക്കൾ? ധർമ്മത്തിന്റെ പ്രതിപക്ഷികൾ, അധർമാചരണം ചെയ്യുന്നവർ. അപ്പം അവ്യാഹത, ഒരു തടസ്സവുമില്ലാത്ത തൻ്റെ പ്രയത്നത്തിന്റെ ഭാരം കൊണ്ട് സമ്പാദിച്ച 2 കയ്യുകളുടെ ബലം, തൻ്റെ കയ്യൂക്കിന്റെ ശക്തി, അത് സ്വന്തം പ്രയത്നം കൊണ്ടുണ്ടാക്കിയെടുത്താണ്. ആ കയ്യുകൊണ്ട് വില്ല് വളച്ച് ഞാൻ കെട്ടുമ്പോൾ ആ പീഡിത മൗവി ഗുണം കൊണ്ട് സ്തനിതമായ ശബ്ദമുണ്ടാക്കുമ്പോൾ വിരമിത ധർമ്മപ്രതിപക്ഷികളൊക്കെ വിരമിക്കുന്നവരായിത്തീരും. ബർഹിഷ്മത്യാഹ ച അനുദിനം, ബർഹിഷ്മതി ആരാണ്? നേരത്തെ വന്നാണ്. അനുദിനം, എല്ലാ ദിവസവും ഏധമാന പ്രമോദ പ്രസരണ യൗഷിണ്യ, ഏധമാനം വർദ്ധിച്ചു വരുന്ന പ്രമോദം, സന്തോഷം,
വർദ്ധിച്ചു വരുന്ന സന്തോഷം, ഏധമാന പ്രമോദ പ്രസരണം, അഭിമാനം. ഏധമാന പ്രമോദ പ്രസരണ യൗഷിണ്യ, സ്ത്രീ സ്വഭാവമായ യോഷിത്തുകൾ സ്ത്രീകളാണ്. യോഷിത്തുകളെ സംബന്ധിക്കുന്നത് യൗഷിണികൾ. യൗഷിണികൾക്ക് സ്ത്രീ സ്വഭാവ സിദ്ധമായ ഉറീഡ, ലജ്ജ, യൗഷിണ്യ, ഉറീഡ, പ്രമുഷിത ഹാസാവലോക രുചിര, അവയാൽ മോഷ്ടിക്കപ്പെടുന്ന, സങ്കുചിതമായിരിക്കുന്ന ക്രീഡാപ്രമുഷിത ഹാസ, ഹാസം ചിരി, മന്ദഹാസം, അതോടുകൂടിയ അവലോക രുചിര ക്ഷേല്യാദിഭി, നോട്ടം, അവലോകം, നോട്ടം അല്ലെങ്കിൽ കടാക്ഷം, രുചിരമായ മനോഹരമായ ക്ഷേല്യാദികൾ, പരിഹാസ സംഭാഷണം, അതാണ് ക്ഷേളം, പരിഹാസപൂർവമുള്ള സംഭാഷണം. ഹാസാവലോക രുചിര ക്ഷേല്യാദിഭി, ആദികളെ കൊണ്ട് പരാഭൂയ മാന വിവേക ഇവ, അതുകൊണ്ട് പരാഭൂയമാന വിവേക ഇവ, പരാഭൂയമാന പരാജയപ്പെട്ട അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെട്ട, മാനം അഭിമാനം വിവേകം എന്നതുപോലെ മഹാമനാഹ ബുഭുജി, വർദ്ധിച്ച മനസ്സോടുകൂടിയവനായിട്ട് ഭൂമിയെ, ജഗതിയിൽ ബുഭുജിയെ അനുഭവിച്ചു. അദ്ദേഹം രാജ്യം ഭരിച്ചു എന്നൊറ്റ വാക്കിൽ പറയാനേ ഉള്ളൂ. 110 കോടി സംവത്സരക്കാലം അദ്ദേഹം രാജ്യം ഭരിച്ചു എന്ന് പറയാനാണ്. പക്ഷേ ഇത്രയും കാലം അദ്ദേഹം രാജ്യം ഭരിച്ചത് ശത്രുക്കളില്ലാതെയാണ്. എന്തുകൊണ്ടാണ് ശത്രുക്കൾ ഇല്ലാതായത്? തൻ്റെ കൈയുടെ ബലം കൊണ്ടാണ്. സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയെടുത്ത കയ്യൂക്ക് കൊണ്ട് ശത്രുക്കൾ ഇല്ലാതായി. എന്തിന്റെ ശത്രുക്കളാണ്? ധർമ്മശത്രുക്കളെ മുഴുവൻ ഇല്ലാതായി. അവർ പ്രിയവൃതന്റെ ഞാനൊടി കേട്ടാൽ അവിടുന്ന് ഓടിപ്പോയി കളയും, പിന്നെ വരില്ല. അതേപോലെ അദ്ദേഹത്തിന് നീണ്ട കൈകൾ കൊണ്ട് വില്ലു വളച്ച് ഞാൻ തൊടുക്കുന്ന ശബ്ദം കേട്ടാൽ ഇവരെല്ലാം പേടിച്ചോടിക്കളയും. അങ്ങനെ ധർമ്മത്തെ ഉറപ്പിച്ചുകൊണ്ട് വിഷയ ഭോഗ അനുഭവം വേണ്ടതുപോലെ നടത്തി എന്ന് പറയാൻ പോവാണ്. ധർമ്മത്തെ സ്ഥാപിച്ചുറപ്പിച്ചുകൊണ്ട് വിഷയസുഖങ്ങളൊക്കെ അനുഭവിച്ചു. അങ്ങനെയുള്ള ഭർത്താവിന്റെ ആഗമനം കാണുമ്പോൾ ബഹിഷ്മതി പരമസന്തോഷത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് സമീപത്തേക്ക് വരും. സ്ത്രീ സ്വഭാവ സുലഭമായ ശൃംഗാരം, ലജ്ജ, ഇതിനൊക്കെ അധീനമായ മന്ദഹാസം, കടാക്ഷം, മനോഹരമായ ഫലിതപരിഹാസങ്ങൾ പറയൽ, ഇവയിലൊക്കെ മഗ്നനായത് കണ്ടാൽ അദ്ദേഹം വിവേകഹീനനാണോ എന്ന് തോന്നിക്കും. എന്നാൽ വാസ്തവത്തിൽ ആത്മജ്ഞാനവും അതിന് കാരണമായ വിവേകവും അല്പവും കുറഞ്ഞില്ല. അങ്ങനെ കുറയാതെ അദ്ദേഹം ഈ ഭൂമണ്ഡലത്തെ മുഴുവനും ഒറ്റയ്ക്ക് ഭരിച്ചു എന്ന് കാണിക്കാം. അപ്പൊ ഭഗവത് പാദങ്ങളിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവം അവരവരുടെ സ്വന്തം പ്രയത്നം കൊണ്ട് ശത്രുക്കളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് രാജ്യം ഭരിക്കാൻ സാധിച്ചാൽ അങ്ങനെയുള്ള ഒരു രാജാവിനെ സ്വന്തം പത്നിയിൽ നിന്ന് നേരിടുന്ന എല്ലാത്തരം സുഖാനുഭവങ്ങളെയും അനുഭവിച്ചു കൊണ്ട് പോകാം. അതൊരു ദോഷമല്ല, ആപത്തല്ല. അത് അദ്ദേഹത്തെ ബാധിക്കില്ല. അതുകൊണ്ടൊരു പത്നിക്ക് വേണ്ട പരിചരണങ്ങളൊക്കെ ചെയ്യും. പത്നിയുടെ കടാക്ഷപൂർവമായ നോട്ടം, മന്ദഹാസം, പുഞ്ചിരി, തമാശ പറയൽ,
ഇതിലൊക്കെ അകപ്പെടും രാജാവ്. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിന്റെ യഥാർത്ഥമായ വിവേകത്തിന് ചേർന്ന ഭക്തിക്ക് തടസ്സം ആയിരുന്നില്ല. കണ്ടാൽ തോന്നും ഇദ്ദേഹം ഇത്രയൊക്കെ ആയ ഒരാൾ അവിവേകിയെ പോലെ ഇങ്ങനെ ഈ പെണ്ണുങ്ങളിലൊക്കെ പുറകെ അവരുടെ വാക്ക് കിട്ടുന്ന മറ്റൊന്നാണോ ശരിയാണോ എന്നൊക്കെ തോന്നിക്കും. അങ്ങനെ തോന്നുക മാത്രമേ ഉള്ളൂ, അദ്ദേഹം അതിലകപ്പെട്ടില്ല. അങ്ങനെ അദ്ദേഹം 110 കോടി സംവത്സരം എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ സങ്കല്പത്തിൽ പോലും എത്താൻ പറ്റാത്ത ഒരു കാലഗണനയാണ്. അതും ഇന്നുള്ളവർക്ക് ഒരിക്കലും വിശ്വസിക്കാനാവാത്ത ഒരു കാലഗണനയാണ്. ഇനിയും അന്നുള്ളവർക്കും വേണമെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നത് ഒരു മണ്ണുന്തരത്തിന്റെ കാലം 72 ചതുർയുഗങ്ങളാണ്. ആ 72 ചതുർയുഗങ്ങൾ ഒരു മണ്ണുന്തര കാലം ഭരിക്കുന്ന കാലം വെച്ച് കഴിഞ്ഞാലും ഇത്രയും വർഷം വരില്ല. അതിനേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ ഈ പ്രിയവ്രതന് ഒരു മണ്ണുന്തര കാലം വേണമെങ്കിൽ ഭരിക്കാൻ സാധിച്ചു എന്ന് പറയാം. അപ്പോഴും ഈ 110 നമുക്ക് ശരിയാവാതെ വരും. പക്ഷേ ഋഷിയുടെ പ്രയോഗത്തെ നമുക്ക് ഇത് തെറ്റാണ് എന്ന് പറയാൻ അവകാശമില്ലാത്തത് കൊണ്ട് അങ്ങനെ ചില ഭാഗത്തിലൊക്കെ പൂർവാചാര്യന്മാരുടെ അഭിപ്രായത്തെ എന്താണ് നമ്മുടെ വാദം കൊണ്ട് തിരസ്കരിക്കാതെയോ അതിനെ കളങ്കപ്പെടുത്തുകയോ ചെയ്യാതെ അല്പജ്ഞന്മാരായ നമ്മൾ ആ വാക്കുകളെ വിശ്വസിച്ച് വിചാരിച്ചു പോകുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇന്നുള്ള നമുക്ക് വിശ്വസിക്കാനാവാത്ത, എത്താനാവാത്ത ഒരു ഭാഗത്തിന്റെ വ്യാഖ്യാനമാണ് ഈ 110 കോടി എന്നുള്ളത്. അതവിടെ തന്നെ നിൽക്കട്ടെ. ഒത്തിരി വർഷക്കാലമെന്നോ ഒരു മണ്ണുന്തരമെന്നോ നമുക്ക് അർത്ഥം എടുത്തിട്ട് തൽക്കാലം ശരിപ്പെടുത്തി പോകുന്നതാണ്. ഏവം ഉപശമായമാനേഷു സ്വതനേഷ്വഥ ജഗതീപതി ജഗതീം അർബുദാനി 11 പരിവത്സരാണാം അവ്യാഹത അഖില പുരുഷാകാര ഫാര സംഭൃത ദോർദണ്ഡയുഗള ആപീഡിത മൗർവീഗുണസ്തനിത വിരമിത ധർമ്മപ്രതിപക്ഷോ ബർഹിഷ്മത്യാഷ്ടാനുദിനം ഏധമാന പ്രമോദ പ്രസരണ യൗഷിണ്യൗരീഡാ പ്രമുഷിത ഹാഫാവലോകരുചി അവലോകരുചിര ക്ഷീല്യാദിഭിഃ പരാഭൂയമാന വിവേകൈവ അനപബുദ്ധ്യമാനൈവ മഹാമനാ ബുദ്ധി. ഏവം ഉപശമായമാനേഷു സ്വദനേഷ്വഥ ജഗതീപതി ജഗതീമർബുദന്യകാദശ പരിവത്സരാണാം അവ്യാഹതാഖില പുരുഷകാര ഫാര സംഭൃതദണ്ഡയുഗള പീഡിത മൗർവീ ഗുണസ്തനിത വിരമിത ധർമ്മ പ്രതിപക്ഷോ ബർഹിഷ്മത്യാശ്ചാനുദിനമേധമാന പ്രമോദ പ്രസരണ യൗഷിണ്യൗരീഡാ പ്രമുഷിത ഹാഫാവലോകരുചിരക്ഷ്വീല്യാദിഭിഃ പരാഭൂയമാന വിവേകൈവ അനവബുദ്ധ്യമാനൈവ ഭാവനാ ബുഭുജേ. ഏവം ഉപശമായമാനേഷു സ്വദനേഷ്വഥ ജഗതീപതി ജഗതീം അർബുദാന്യേകാദശ പരിവത്സരാണാം അവ്യാഹതാഖില പുരുഷകാര ഫാര സംഭൃതദോദ്ദണ്ഡയുഗള ആപീഡിത മൗർവീ ഗുണസ്തനിത വിരമിത ധർമ്മ പ്രതിപക്ഷോ ബർഹിഷ്മത്യാശ്ചാനുദിനമേ യഥമാന പ്രമോദ പ്രസരണ യൗഷിണ്യൗരീഡാ പ്രമുഷിത ഹാഫാവലോകരുചിര ക്ഷീല്യാദിഭിഃ പരാഭൂയമാന വിവേക ഇവ അനവബുദ്ധ്യമാന ഇവ ഭാവനാ ബുഭുജേ. കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ വായിക്കുകയോ പദം പിരിക്കുകയോ ചെയ്യണമെങ്കിൽ പറയാൽ അത് ശരിയാക്കി തരാം. നീണ്ടൊരു ഗദ്യമാണത്, എന്നാലും ഒരു അവധാനതയോടെ വായിച്ചു പോയാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം കിട്ടിക്കാണും എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ സംശയമാണെങ്കിൽ ചോദിക്കും. ഏതെങ്കിലും ഭാഗത്തോ വാക്കോ വരിയോ കിട്ടാതുണ്ടെങ്കിലോ നിർത്തി പറയണമെങ്കിലോ കൂട്ടിച്ചേർത്ത് പറയണമെങ്കിലോ ഒന്ന് വായിക്കണമെങ്കിലോ പറഞ്ഞാൽ മതി. സാറേ, ഇപ്പൊ ഈ ദോർദണ്ഡ യുഗളാപീഡിത മൗർവീ ഗുണസ്ഥന സനിത വിരമിത ധർമ്മ പ്രതിപക്ഷം ആ എന്താ പറയുക ആ മൗർവിയില്ലേ മൗർവിയുടെ ഇത് വ്യാസൻ പ്രയോഗിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു മറ്റുള്ളവർ പ്രയോഗിച്ചത് ഇല്ലേ? തീർച്ചയായിട്ടും. അല്ലെ എങ്ങനെ പറ്റുമെന്ന് എനിക്കറിയാം. ഇത് ഫോക്കായി പോകുന്നത് ഒരു വെല്ലും ബ്രേക്കില്ല, അങ്ങ് വിട്ടുപോകല്ലേ പദങ്ങൾ കൂട്ടിച്ചേർത്ത്. ബാണഭട്ടനെ പോലും അതിശയിപ്പിക്കണം എനിക്ക്. ബാണഭട്ടന്റെ ഇത്രയും പ്രയാസമില്ലല്ലോ, കുറെ കൂടെ നിങ്ങളത് പഠിച്ചതല്ലേ കുറെ. അതെ,
അല്ല, മറ്റുള്ള കവികൾ അപ്പൊ ശരിക്കും വ്യാസനെ അനുകരിച്ചാണ് പിൽക്കാലത്ത് ഇതേമാതിരിയുള്ള പ്രയോഗങ്ങൾ അത് വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന് പിന്നീട് ഉണ്ടാക്കി വെച്ച വെറുതെ അല്ല. അദ്ദേഹം കൈവെക്കാത്ത ഒരൊറ്റ ഇത് കാവ്യമേഖലയിലോ പുരാണങ്ങളിലോ ജീവിതത്തിലോ ഒന്നിലുമില്ല. അതായിരുന്നു ശാസ്ത്രങ്ങളിലും. അത്ഭുതമായ ഒരു ഭാഷമാണ്. ഒരു വരി എത്ര 2, 3, 4, 5, 6, 7 വരിയില ഒരു ആശയം പൂർണ്ണമാക്കാൻ പോവാം. കൂട്ടിച്ചേർത്ത് സംസ്കൃതങ്ങളായിട്ട് കൊണ്ടുപോകും. എന്തൊരു വർണ്ണനയാണ്. അതെ അതെ, ഒരു കോമയിട്ടില്ലെങ്കിൽ നമുക്കൊരു പിടിയും കിട്ടുകയല്ല. കോമയിട്ട് പോകണം, എന്നാലേ നമുക്കൊന്ന് തിരിച്ചു കിട്ടുകയുള്ളൂ. ഏകദേശം കിട്ടിയെങ്കിൽ അടുത്തേക്ക് പോവാം. യഥാർത്ഥത്തിൽ ഈ കവി തുടങ്ങിയ 3 പുത്രന്മാരും ഈ പ്രിയവ്രത രാജാവും 2 വഴികളിലൂടെ എത്തിച്ചേർന്ന സ്ഥലത്താ. അത്രയേ ഉള്ളൂ. രാജാവ് രാജ്യം ഭരിച്ചുകൊണ്ട് തന്നെ അതിലേക്ക് എത്തുന്നു. അവരതിന് മുമ്പ് തന്നെ പോയി അല്ലേ? 2 വഴികളിലൂടെ അദ്ദേഹവും രാജ്യം ഭരിച്ചു. എല്ലാ സുഖഭോഗങ്ങളുടെ നടുക്ക് നിന്നപ്പോഴും ഒരു സംഘവും ഇല്ലാതെ അവിടെ ചെന്നു. അവര് സന്യാസത്തിലൂടെ പരിത്യാഗികളായിട്ട് മാറി. ഏത് വഴിക്ക് പോയാലും എവിടെ നിന്നാലും നമ്മള് സംഘമില്ലാതെ നിൽക്കുക എന്നൊരു വഴിയെ വ്യാസം നമുക്ക് കാണിച്ചു. ഇദ്ദേഹം ആ സംഘമില്ലാതാണ് രാജ്യം ഭരിച്ചത്. അതെ, അല്ല എവിടെ നിന്നാലും ഒട്ടലില്ലാതെ നിൽക്കുക എന്നാണല്ലോ നമ്മളോട് ഈ സനാതന ധർമ്മം പറയുന്നത്. ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാവോ? ഒരു പ്രാവശ്യം ഒന്ന്. പിന്നെന്താ, ഇവിടെ അധർമ്മികൾ എന്ന് പറയാൻ വേണ്ടി ധർമ്മപ്രതിപക്ഷം എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ ധർമ്മത്തിന്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്നവരൊക്കെ അധർമ്മികളാണെന്ന് വ്യക്തമായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു നവീനമായ പദപ്രയോഗത്തിൽ അദ്ദേഹം ഇട്ടിരുന്നത്. ഏവം ഉപശമായമാനേഷു സ്വദനേഷ്വഥ ജഗദീപതിർ ജഗദീമദ്ഭുതന്യേകാദശ പരിവത്സരാണാം അവ്യാഹതാഖില പുരുഷാകാര. അവിടേക്ക് കോമയിട്ടാം. ഞാൻ നിർത്തുന്നതൊക്കെ നിങ്ങൾക്ക് കോമയിടാം. പല സ്ഥലത്ത് മാറി മാറി കോമയിട്ടെടുക്കാം. പക്ഷെ ഏതാണ്ട് പറ്റുന്നിടത്ത് ഞാൻ നിർത്തുന്നുണ്ട്. അവിടെ കോമയിട്ടെടുക്കണം. ഓരോ വാക്കിലും അങ്ങനെ ചെയ്യാം. ഏവം ഉപശമായനേഷു എന്നാണോ ഉപശമായമാനേഷു എന്നാണോ? ഉപശമായനേഷു, ഉപശമമാക്കുന്ന അയനങ്ങളിൽ ഞാൻ അർത്ഥം പറഞ്ഞായിരുന്നു. അയനേഷു ഉപശമായനേഷു സ്വദനേഷ്വഥ ജഗദീപതിർ ജഗദീം അർബുദാന്യേകാദശ പരിവത്സരാണാം അവ്യാഹതാഖില പുരുഷകാര ഫാര സംഭൃത ദോർദണ്ഡയുഗളാപീഡിത മൗവീഗുണസ്തനിത വിരമിത ധർമ്മപ്രതിപക്ഷോ ബർഹിഷ്മത്യാശ്ചാനുദിനം ഏധമാന പ്രമോദ പ്രസരണ യൗഷിണ്യൗ്രീഡാ പ്രമുഷിത ഹാസാവലോകരുചിര ക്ഷീല്യാദിഭി പരാഭൂയമാന വിവേകൈവ നവബുദ്ധ്യമാനൈവ മഹാമനാ ബുഭുജേ. കിട്ടിയ? ഇവ നവബുദ്ധ്യമാന. അതെ, ഇവ അനവബുദ്ധ്യമാന. ഇവ നവബുദ്ധ്യമാന. ആയോ? മൗർവി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വില്ല്. ഗുണം എന്ന് വെച്ചാൽ ഞാൻ. സ്തനിതം ശബ്ദം. അതൊക്കെ ഞാൻ ആദ്യം ഓരോന്നും അർത്ഥം പറഞ്ഞു പോയതാണ് വാക്കിന്റെ ഒക്കെ. ആയോ? കിട്ടിയോ? ഇതൊക്കെ ആയോ? ശരി. വാസ്തവത്തിൽ ഇത്രയൊക്കെ വായിച്ച് പഠിക്കാതെ ഈ പഞ്ചമസ്കന്ധം എങ്ങനെ വായിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എത്രയോ ഭാഗവതന്മാർ ഈ പഞ്ചമസ്കന്ധമൊക്കെ വായിച്ചു തീർത്തു പോകുന്നു പറയുന്നേക്കാം. പക്ഷെ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. എനിക്ക് പോലും വളരെ വിഷമമാണ് നിന്ന് പദച്ഛേദം ചെയ്ത് ഒന്ന് വായിച്ചു കൊണ്ടുപോകാൻ.
വെറുതെ സൂപ്പർഫിഷ്യൽ ആയിട്ടങ്ങ് പറഞ്ഞു ഒന്നൊന്ന് അതെങ്ങനെ പറ്റും? ഇത് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണ്ടേ? ഇഷ്ടമുള്ള നിർത്തിയാൽ പോകുമായിരിക്കും. അത് ശ്വാസം കിട്ടണ്ടേ? പദങ്ങളൊന്നും തിരിയുന്ന മാതിരി ഒന്നും ആവില്ല അവരൊന്നും വായിക്കുന്നത്. അങ്ങനെ പറ്റത്തില്ലല്ലോ. കാരണം വിചാരിക്കാറുണ്ട് ഈ പഞ്ചമസ്കന്ധം ശരിക്കും പഠിക്കാതെ എങ്ങനെ വായിക്കാൻ പറ്റും എന്ന് പലപ്പോഴും പറ്റുമായിരിക്കാം. എല്ലാവരും വായനക്കാരാണല്ലോ. ഇഷ്ടംപോലെ പുസ്തകം വായനക്കാരാണ്. വായിച്ചു പോകും. സ്ത്രീകളിലെത്തി എന്തായാലും എന്തായാലും നമുക്കിങ്ങനെ യോഗം ഉണ്ടായപ്പോൾ ഞാൻ അത് വേർതിരിച്ചതിനെ അറിഞ്ഞു പോകണം എന്ന് വിചാരിച്ച് പറയുന്നത്. യാവദവഭാഫയതി ഫുരഗിരിമനുവതിക്രമൻ ഭഗവാനാദിത്യോ വസുധാതരമർത്ഥേനൈവ ഏവ പ്രതപത്യർത്ഥേനാവച്ഛാദേതി തഥാ ഹി ഭഗവതുപാസനോപചിതാം അതിപുരുഷപ്രഭാവസ്തത് അനഭിനന്ദൻ സമജവേന രഥേന ജ്യോതിർമയേന രജനീമപി ദിനം കരിഷ്യാമീതി സപ്തകൃത്വാസ്തരണിം അനു പര്യാക്രമദ്വിതീയൈവ പതംഗ യാവത് അവഭാസയതി യാതൊരു കാലം വരെ ശോഭിപ്പിക്കുന്നു. അവഭാസയതി ഫുരഗിരി. സുമേരു പർവ്വതത്തിന് മറ്റൊരു പേരാണ് ഫുരഗിരി. ഫുരഗിരിം അനുപരിക്രമൻ നിരന്തരമായും പരിക്രമം ചെയ്തുകൊണ്ട് ഭഗവാൻ ആദിത്യ ഈ ഭൂമണ്ഡലത്തെ മുഴുവനും ഒരു പർവ്വതമായി ഭാവന ചെയ്തതിന്റെ പേരാണ് 14 ലോകങ്ങളും. ശ്രീകൃഷ്ണദാസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചാണ് 14 ലോകങ്ങളും ഇതിന്റെ ഓരോ തട്ടുകളായിട്ട് ഭാവന ചെയ്ത് ലോകത്തെ മുഴുവനും ഒരു പർവ്വതം പോലെയാണ് അദ്ദേഹം കാണുക. അങ്ങനെയാണെങ്കിൽ സൂര്യഭഗവാൻ ഈ പർവ്വതത്തെ ചുറ്റി പരിക്രമണം ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു പോയിക്കൊണ്ടേയിരിക്കും. ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറ്റേ ഭാഗം ഇരുട്ടായിരിക്കും. ഭഗവാൻ ആദിത്യു വസുധാതലം ഭൂമണ്ഡലത്തിന്റെ അർത്ഥേനൈവ പ്രതപതി പകുതി ഭാഗത്തെ പ്രകാശം കൊണ്ട് തപിപ്പിക്കും. അർത്ഥേന അവച്ഛാദയിൽ ഭൂമണ്ഡലത്തിന്റെ മറ്റേ പകുതി ഭാഗം മറക്കുകയും ചെയ്യും. അപ്പോൾ പകുതി ഭാഗത്ത് പ്രകാശമാകുമ്പോൾ പകുതി ഭാഗത്ത് ഇരുട്ടാണ്. ഇപ്പൊ നമ്മൾ അമേരിക്കയിലൊക്കെ പോയിട്ട് വന്നപ്പോഴാണ് നമ്മൾക്ക് ഇതൊക്കെ ബോധ്യമായത്. ഭാഗവതം പണ്ട് പറഞ്ഞു കാര്യം നമ്മൾ വായിക്കാത്തത് നമ്മൾ അറിഞ്ഞില്ല. ഒരിടത്ത് പകലാകുമ്പോൾ മറ്റേയിടത്ത് മുഴുവൻ രാത്രിയാവും. കാരണം ഈ ഫുരഗിരിയെ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ആദിത്യൻ വസുധാതലത്തെ അർത്ഥേനൈവ പ്രതപതി പകുതി ഭാഗം കൊണ്ട് തന്റെ പ്രകാശരശ്മി കൊണ്ട് തപിപ്പിക്കുന്നു. അർത്ഥേന അവച്ഛാദയതി ബാക്കി ഭാഗം ഇരുട്ടാണ്. അത് സൂര്യൻ കറങ്ങുന്നോണ്ടാവണമെന്നില്ല, ഭൂമി കറങ്ങുന്നോണ്ട് തന്നെ ആവാം. പക്ഷെ ഇന്ന് നമ്മളെ ധാരണ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, വരുന്നു, പോകുന്നു പറഞ്ഞുകൊണ്ട് ആ വാക്ക് ഭാഗവതം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഇരുമ്പ് പലപ്പോഴും ഇനി വരാൻ പോകുന്നതും ഒക്കെ ഭൂമിയാണ് സ്വന്തം അച്ചുവരിൽ കറങ്ങുന്നത് എന്നൊക്കെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്തായാലും അങ്ങനെ കറങ്ങുകയാണെങ്കിലും സൂര്യൻ നിൽക്കുന്ന സ്ഥാനത്ത് വരുമ്പോൾ അവിടെ നല്ല പ്രകാശം, മറുഭാഗത്ത് അപ്പോൾ ഇരുട്ട്, വീണ്ടും തിരിച്ചു വരും. ഈ ഭാഗത്ത് പ്രകാശം, മറ്റേ ഭാഗത്തിരുട്ട്. അപ്പൊ ലോകത്തിന്റെ പകുതി ഭാഗം എപ്പോഴും ഇരുട്ടായിരിക്കും, ബാക്കി പകുതി ഭാഗം ഭൂമിയുടെ പകുതി ഭാഗം പ്രകാശമായിരിക്കും. ഇത് എത്ര കാലം മുമ്പ് വ്യാസൻ കണ്ടുപിടിച്ചു. ഇപ്പൊ അടുത്ത കാലത്ത് സൗരയൂഥത്തിന്റെയും ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ ആ പ്രവർത്തനം എത്ര മനോഹരമായിട്ടുള്ള ഒരു ചെറിയ ഉദാഹരണം. അതെ, അതായത് നമുക്ക് ആ ഒരു വലിയ ശാസ്ത്രത്തെ സാധാരണക്കാരിലോട്ട് എത്തിക്കാനായിട്ട് ഒരു മേരുപർവ്വതത്തെ കൊണ്ടുവന്നിട്ട് എത്ര മനോഹരമായിട്ടാ അത്, എത്ര ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? അല്ലെ എങ്ങനെ അറിയും? നമ്മള് ട്രയാങ്കിളും പിരമിഡ്സും ഒക്കെ കുട്ടികൾക്ക് വരച്ച് കാണിച്ച് പഠിപ്പിക്കുന്നത് പോലെ വളരെ ലളിതമായിട്ട് ഈ സൗരയൂഥത്തിന്റെ സിദ്ധാന്തത്തെ അന്നേ മനസ്സിലാക്കിയ ഭാരതീയ ഋഷിമാർ എത്ര മനോഹരമായിട്ട് സിമ്പിളായിട്ട് ശാസ്ത്ര പാഠം അപ്പോഴാണ് ശരിക്കറിയേണ്ടത്.
ഇത് അടുത്ത കാലത്ത് എല്ലാവരും അമേരിക്ക കണ്ടുപിടിച്ച് അവിടെയൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞത് അയ്യോ അവിടെയൊക്കെ ഇരുട്ടാ, ഇവിടെയൊക്കെ പകലുവാ, നേരെ തിരിച്ചു വരും, ഇവിടെ പകലാകുമ്പോ അവിടെ എന്നിങ്ങനെ പിന്നീടാണ് നമ്മൾ അറിയുന്നത്. വ്യാസന അതിനൊക്കെ മുമ്പേ ഭാഗവതത്തിൽ ഇത് എഴുതി വെച്ചിരിക്കല്ലേ. ആര് ഭാഗവതം നിവൃത്തി നോക്കി വായിച്ചർത്ഥം അറിയുന്നത് വായിക്കും. എല്ലാവരും ഭാഗവതം വായിക്കുന്നവരാണ്. അല്ല, ഇങ്ങനത്തെ ശാസ്ത്രമൊക്കെ ഇതിനകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ആരെങ്കിലും എവിടെങ്കിലും പറയാറുണ്ടോ? ഇപ്പൊ സാറ് ഭാഗവതം പഠിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇങ്ങനത്തെ ഒക്കെ കാര്യം ഇതിനകത്തിലുണ്ടെന്ന് മനസ്സിലാക്കി. ഈ ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് ഭാഗവതത്തിന്റെ ശാസ്ത്രങ്ങൾ തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞ ഇത്രയും മഹത്തായിട്ടുള്ള ഒരു വലിയ എന്താ പറയുക ശാസ്ത്രത്തെ വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ സാധാരണക്കാരിലോട്ട് എത്തിക്കാനായിട്ട് പ്രയോഗിച്ചിരിക്കുന്ന ഒരു കഴിവ്. അതെയാണ്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ചോളാം. ശാസ്ത്രമാണ് ആ ഭാഗം എന്നുള്ളത്. അപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. ഇപ്പൊ പഞ്ചമത്തിൽ പറയുന്ന ശാസ്ത്രങ്ങൾ മൊത്തം നമുക്ക് ഒരു വലിയ ലേഖനം പറയും. ഓരോ അധ്യായത്തിലും ഓരോ സ്ഥലത്തിലും പറയുന്ന എല്ലാം കൂടെ അവസാന പുസ്തകമാക്കാൻ പ്രശ്നമില്ല. നേരത്തെ തൊട്ടേ ചെയ്യേണ്ടതായിരുന്നു. ഇത് ഈ പഞ്ചമം അങ്ങോട്ട് പോട്ടെ, ബാക്കി നമുക്ക് പിന്നെ നോക്കിയെടുക്കാം. നോക്കട്ടെ. യാവത് അവഭാസയതി പുരഗിരിം അനുപരിക്രമൻ ഭഗവാൻ ആദിത്യോ വസുധാതലം അർത്ഥേനൈവ പ്രതപതി അർത്ഥേന അവച്ഛാദയതി പ്രതപത്യർത്ഥേനാവച്ഛാദയതി. ഇതെങ്ങനെ വായിച്ചൊപ്പിക്കുന്ന അറിയില്ല അല്ലെ. പ്രതപത്യർത്ഥേനാവച്ഛാദയതി പ്രതപതി അർത്ഥേന അവച്ഛാദയതി തദാഹി. അങ്ങനെ കണ്ടപ്പോഴാകട്ടെ ഭഗവത് ഉപാസന ഉപജിത അതിപുരുഷ പ്രഭാവ തത് അനഭിനന്ദൻ. അപ്പോഴാകട്ടെ ഭഗവത് ഉപാസന കൊണ്ട് ഭഗവാനെ ഉപാസിച്ചുള്ളിൽ ഉറപ്പിച്ച് കിട്ടിയ ആത്മബലം കൊണ്ട് ഉപചിതമായ വർദ്ധിച്ചു വന്ന അതിപുരുഷപ്രഭാവം, തന്റെ പൗരുഷമായ മഹാത്മ്യം, തത് അനഭിനന്ദൻ, ഇതിനെ അഭിനന്ദിക്കാതെ സമജവേന സൂര്യന്റെ വേഗത്തിന് തുല്യമായ ഒരു രഥം ഉണ്ടാക്കി, രഥേന ആ രഥത്തിലൂടെ ജ്യോതിർമയേന ജ്യോതിർഗോളത്തിലൂടെ നല്ല പ്രകാശം ചെരിയുന്ന സൂര്യനെ പോലെ പ്രകാശമുള്ള ഒരു തേരുണ്ടാക്കിയിട്ട് ആ തേരിലിരുന്നു കൊണ്ട് രജനീമപി ദിനം കരിഷ്യാമി, രാത്രിയെ ഞാൻ പകലാക്കി മാറ്റാൻ പോകുന്നു ഇതി എന്നൊരു തീരുമാനം അദ്ദേഹം എടുത്തു. കാരണം ഒരു ഭാഗത്ത് രാത്രിയും ഒരു ഭാഗത്ത് പകലുമാക്കുന്നതിനെ അനഭിനന്ദൻ, അതിനെ അഭിനന്ദിച്ചില്ല. അത് ശരിയല്ലല്ലോ. ഈ സൂര്യനെ കൊണ്ട് ഒരു ഭാഗം തവിപ്പിക്കാനും മറ്റേ ഭാഗം തണുപ്പാക്കാനും അല്ലേ പറ്റുന്നുള്ളൂ. അപ്പോൾ ലോകത്തെ മുഴുവനും സമഭാവനയിൽ കാണാൻ പറ്റില്ലല്ലോ, ഭൂമിയെ മുഴുവൻ. ഇത് ശരിയല്ല അദ്ദേഹം തോന്നി. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ രഥമുണ്ടാക്കാൻ സാധിച്ചത്? ഭഗവത് ഉപാസന കൊണ്ട് ഉപചിതമായ അതിപുരുഷ പ്രഭാവം കൊണ്ട് ഇത് അഭിനന്ദിക്കാതെ സമജവേന രഥേന, സൂര്യന് സമമായ ജവം, വേഗത, സ്പീഡ് ഉള്ള രഥേന, ഒരു രഥത്തിൽ ഇരുന്നു കൊണ്ട് ജ്യോതിർമയേന രഥേന, സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന രഥത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം രജനീമപി ദിനം കരിഷ്യാമി, രാത്രിയെ കൂടി ഞാൻ പകലാക്കി മാറ്റാൻ പോകുന്നു എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് സപ്തകൃത്വ 7 പ്രാവശ്യം ചെയ്തുകൊണ്ട് തരണിം അനു പര്യക്രാമദ്വിതീവ പതംഗ. ആ തരണി എന്ന് വെച്ചാൽ സൂര്യൻ എന്നർത്ഥം. സപ്തകൃത്വ 7 പ്രാവശ്യം ഈ സുമേരുപർവ്വതത്തിന് വലം വെച്ചു അദ്ദേഹം. അപ്പം സൂര്യൻ നിൽക്കാത്ത സ്ഥലത്ത് തന്റെ രഥമാകുന്ന സൂര്യന്റെ പ്രകാശം അവിടെ നന്നായി പരത്തി. ഈ സൂര്യൻ അപ്പുറത്ത് പോകുമ്പോൾ ഇദ്ദേഹം ഇപ്പുറത്ത് വരും. അപ്പൊ എന്ത് സംഭവിക്കും? ഒരിക്കലും രാത്രി ഉണ്ടാവില്ല, പകല് മാത്രം എല്ലായിടത്തും സമാനമായ ഒരു അവസ്ഥ ഉണ്ടാക്കിയിരിക്കുക. സപ്തകൃത്വ തരണി അനു. ഈ കാഴ്ചപ്പാട് തന്നെ ഇന്ന് നമ്മൾ
ഇന്ന് പ്രായോഗികമാക്കിയിരിക്കുന്നത്. അതായത് സാറ്റലൈറ്റുകള്, അതെ അതായത് ഭൂമിയെ എത്ര പ്രാവശ്യം, അതായത് ഒരു ദിവസം എത്ര പ്രാവശ്യം ഇന്നിപ്പോ വലം വെക്കുന്നുണ്ട്. അതെ അതെ അതെ. അപ്പൊ ഇത് ശരിക്കും സാധ്യമാകുന്ന ഒരു കാര്യം അന്ന് വ്യാസൻ പറഞ്ഞല്ലോ, ഒരാളെ കൊണ്ട് ഇത് ചെയ്യിച്ചു വ്യാസൻ. എന്നിട്ടാണ് പറ്റാത്ത കാര്യമല്ല എന്ന് നമുക്കൊരു ശാസ്ത്രജ്ഞന്മാർക്ക് എന്ത് എളുപ്പമാണ് ഇതൊക്കെ ഇവിടെ നടന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ പോയാൽ മതിയല്ലോ. ആധുനിക വിദ്യകൾ കണ്ടുപിടിച്ചുകൊണ്ട് ചെയ്യാൻ പുറപ്പെട്ടാൽ മതി. സപ്തകൃത്വ തരണിം അനു, തരണി സൂര്യൻ, അനുച്ച പിന്നാലെ, സൂര്യന്റെ പിന്നാലെ പരിക്രമണം ചെയ്തു. എങ്ങനെ? ദ്വിതീയ പതംഗ, രണ്ടാമതൊരു സൂര്യനെ പോലെ. പതംഗം എന്ന് വെച്ചാൽ സൂര്യൻ അർത്ഥം. ആകാശത്തിൽ കൂടി ഗമിക്കുന്നത് കൊണ്ട് പതംഗം എന്ന് പക്ഷികൾക്കും പറയും, സൂര്യനും പേര് പറയും. പതംഗം എന്ന വാക്കിന് നമുക്ക് പക്ഷി എന്ന അർത്ഥമാണ് പരിചയം. സൂര്യനും അതുപോലെയാണ്. അതുകൊണ്ട് പതംഗ ശബ്ദത്തിന് സൂര്യൻ എന്നർത്ഥം. ഇപ്പോൾ രണ്ട് പര്യായങ്ങളാകിട്ടെ, ഒന്ന് തരണി, പിന്നൊന്ന് പതംഗ. അപ്പൊ പര്യക്രാമം അവിടെയല്ല, അവിടെ ക്രായിക്കാണ് ദീർഘം വരേണ്ടത്, ഓർത്തോണം. പര്യക്രാമത്. അങ്ങ് അറിയുന്ന ഒരാൾക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അക്രാമത് എന്നേ വരുള്ളൂ. പര്യക്രാമത് ദ്വിതീയൈവ പതംഗ, രണ്ടാമത് സൂര്യനെ പോലെ. പര്യക്രാമതല്ലയോ സാറേ? അപ്പൊ അതെ അതെ, അക്രാമത് പര്യക്രാമത്. 7 പ്രാവശ്യം ഭൂമിയെ ചുറ്റി സഞ്ചരിക്കും ഒരു ദിവസം. അത് പതിവാക്കി അദ്ദേഹം. തേജോമയനായ ആദിത്യൻ മഹാമേരുപർവ്വതത്തെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഈ ഭൂമണ്ഡലം നമുക്ക് കാണിച്ചു തരുന്നത് പോലെ എല്ലാ ഭാഗത്തും ഒരേ സമയത്ത് ഭൂമണ്ഡലത്തെ പ്രകാശിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് താൻ ധരിക്കുന്ന രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും പ്രകാശം ഉണ്ടായിരിക്കണം എന്ന് കണ്ടിട്ട് ഭൂമിയുടെ അർത്ഥാംശത്തിന്റെ പ്രഭയെ ഉണ്ടാക്കുന്നവനായും അർത്ഥാംശത്തെ മറയ്ക്കുകയും ചെയ്യുന്നു. ആ ഭഗവാന്റെ ഉപാസന കൊണ്ട് കിട്ടിയ പുരുഷപ്രഭാവമാണ് ഇതാണ്. ഇങ്ങനെ ഉപാസന കൊണ്ട് സാധിക്കുന്ന പൗരുഷ ശക്തിക്ക് അതിരില്ല എന്നാണ്. എന്ത് ചെയ്യാനും നമുക്ക് കഴിവുണ്ടാക്കി തരും. ആ മഹത്തായ ദിവ്യപ്രഭാവം സമ്പാദിച്ച പ്രിയവൃതന് ഇതിഷ്ടമായി തോന്നിയില്ല, അനഭിമതനായി. ഇത് ശരിയായില്ല. അതുകൊണ്ടാണ് ആ സൂര്യനെ പോലെ പ്രഭയുള്ള അതേ വേഗമുള്ള തന്റെ ഒരു രഥം ഉണ്ടാക്കി അതിൽ കയറിയിരുന്നിട്ട് രാത്രിയും പകലാക്കി തീർക്കാമെന്നുള്ള വിചാരം കൊണ്ടെന്ന് തോന്നുമാറ് 7 പ്രാവശ്യം സൂര്യന്റെ പിന്നാലെ ഭൂമി ചുറ്റി സഞ്ചരിച്ചു. ഉദയാസ്തമയത്തിൽ അദ്ദേഹം മനോവേഗവും അസാധാരണ പ്രഭയുള്ള രഥത്തിലിരുന്ന് ഭൂമി മുഴുവൻ 7 പ്രാവശ്യം ചുറ്റി സഞ്ചരിക്കുക പതിവായിരുന്നു. നമുക്ക് ഓരോ ഗോളങ്ങളിലും മനുഷ്യന് സഞ്ചരിച്ചു പോകാമെന്നും ഗോളാന്തരഗമനം സാധ്യമാണെന്നും ആര്യഭടൻ എത്ര കാലം മുമ്പ് രേഖപ്പെടുത്തി വെച്ച ശാസ്ത്ര സത്യത്തെ ഭാഗവതത്തിൽ ആവിഷ്കരിച്ചു. ഇതൊക്കെ ഭാഗവതത്തിലുണ്ടെന്ന് ആരറിയുന്നു? ഇതൊന്നും ഒരിക്കലും ആരെയും പറയില്ലല്ലോ. പഞ്ചമസ്കന്ധത്തിൽ ഭരതന്റെ കഥ മാത്രമേ പറയുള്ളൂ, ഇതൊന്നും പറയില്ല. അതെ അതെ അതെ. ഇത്രയും വിലപിടിച്ച കാര്യങ്ങള്, ഇത്രയും നിധി, ഇതൊക്കെ ഈ ഭാഗവതത്തിലുണ്ടെന്ന് ആരും അല്ല, അതൊന്നും കാര്യമായിട്ട് എടുക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരം അറിവ് നമുക്കുണ്ടായിരുന്നോ എന്ന് ഇപ്പോഴും സാധാരണ ആൾക്കാർ ചോദിക്കുന്നത്. സംശയിക്കുന്ന ആധുനികരായ ആൾക്കാർക്ക് ഒറ്റ ചെറുപ്പക്കാരും ഭാഗവത സപ്താഹവേദി വരാത്തത് അതുകൊണ്ടാണ്. കാരണം ഇത് നമുക്ക് കിട്ടിയല്ല. ഒരു അറിയിക്കേണ്ടത് നമ്മള് എന്താ പറയുന്നത്, അത് സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നില്ലായിരുന്നു. അത് തന്നെയാണ് അതിന്റെ. കുറെ കഥയും പറഞ്ഞിട്ട് ഇതിങ്ങനെ വായിച്ചു പോവുകയുള്ളായിരുന്നു. എത്ര ഗഹനമായ ശാസ്ത്രമാണ്. അയ്യോ അതെ അതെ അതെ. എന്തെല്ലാം വിഷയങ്ങളെ നമ്മളിപ്പോ കണ്ടിരിക്കുന്നു. അതെ അതെ അതെ. യാവദവഭാസേതി സുരഗിരിം അനുപരിക്രമൻ ഭഗവാനാദിത്യോപസുധാതരമർത്ഥേനൈവ പ്രതപതി അർത്ഥേനാവച്ഛാദേതി തദാ ഹി ഭഗവതുപാസനോപചിതാദിപുരുഷപ്രഭാവസ്തത അനഭിനന്ദൻ സമജവേന രഥേന ജ്യോതിർമയേന രജനീമപി ദിനം കരിഷ്യാമീതി സപ്തകൃത്വഃ തരണിമനു
പര്യക്രാമദ്വിതീയൈവ പതംഗഃ യാവത് അവഭാഫേതി സുരഗിരിം അനുപരിക്രമൻ ഭഗവാൻ ആദിത്യോ ബഹുധാതരം അർത്ഥേന ഏവ പ്രതപതി അർത്ഥേന അവച്ഛാദേതി തദാ ഹി ഭഗവത് ഉപാസന ഉപചിത അതിപുരുഷ പ്രഭാവഃ തത് അനഭിനന്ദൻ സമജവേന രഥേന ജ്യോതിർമയേന രജനീമപി ദിനം കരിഷ്യാമീതി സപ്തകൃത്വഃ തരണിം അനു പര്യക്രാമദ്വിതീയൈവ പതംഗഃ യാവദവഭാസേതി സുരഗിരിമനുപരിക്രമൻ ഭഗവാനാദിത്യോ വസുധാതലമർത്ഥേനൈവ പ്രതപത്യർത്ഥേനാവച്ഛാദേതി തദാ ഹി ഭഗവതുപാസനോപചിതാദിപുരുഷപ്രഭാവസ്തദനഭിനന്ദൻ സമജവേന രഥേന ജ്യോതിർമയേന രജനീമപി ദിനം കരിഷ്യാമീതി സപ്തകൃത്വഃ തരണിമനു പര്യക്രാമദ്വിതീയൈവ പതംഗഃ. കിട്ടിയോ? ശ്ലോകങ്ങളിലെ പോലെ തന്നെ അലങ്കാരങ്ങളും എല്ലാം ചേർത്തിട്ട് അതിമനോഹരമായിട്ട് അലങ്കാരത്തിന് ഭംഗി അങ്ങേ അറ്റം മനോഹരമാക്കിയിരിക്കട്ടെ. സാറേ ആദ്യത്തെ വാചകത്തിലെ പരിക്രമൻ എന്നുള്ളത് സാറ് പണ്ട് പരിക്രമൻ എന്ന് തിരുത്തി തന്നാ ഞങ്ങക്ക്. ഏത് പരിക്രമൻ? അതെ, പരിക്രമൻ പുസ്തകത്തിൽ പരിക്രമൻ എന്നായിരുന്നു. ഓ, അത് തിരുത്തി പരിക്രമനാക്കിയ അന്ന് നമ്മൾ പഠിച്ചപ്പോ അല്ലേ? ഏതേലും ഒന്നുകൂടെ വായിക്കേണ്ടതുണ്ടോ? പദമോ വാക്കോ ആശയമോ കിട്ടാനുണ്ടോ? പദച്ഛേദം ചെയ്ത അർത്ഥം മനസ്സിലാക്കാനുണ്ടോ? ഒന്നുകൂടെ കൂട്ടി വായിക്കണോ? ഏതിനാശയുണ്ടോ ഇപ്പൊ ചോദിച്ചാൽ സാറേ പദച്ഛേദം ചെയ്ത് ഒന്നുകൂടെ പറയാമോ സാറേ? യാവത് അവഭാസേതി സുരഗിരിം അനുപരിക്രമൻ ഭഗവാൻ ആദിത്യു വസുധാതലം അർത്ഥേന ഏവ പ്രതപതി അർത്ഥേന അവച്ഛാദേതി തദാ ഹി ഭഗവത് ഉപാസന ഉപചിത അതിപുരുഷ പ്രഭാവഃ തത് അനഭിനന്ദൻ സമജവേന രഥേന ജ്യോതിർമയേന രജനീം അഭി ദിനം കരിഷ്യാമി ഇതി സപ്തകൃത്വഃ തരണിം അനു പര്യക്രാമത് ദ്വിതീയൈവ പതംഗഃ. കിട്ടിയോ? ഒന്നുകൂടെ പറയണോ? കിട്ടി സാറേ, കിട്ടി സാറേ. സാറേ നമസ്തേ. ആദ്യത്തേത് ഏതേഷാം ഗൗർ മഹാവീര സവന ഇതിത്രയ ബാക്കി ഒന്ന് പറഞ്ഞു. ഏതേഷാം ഗൗർ മഹാവീര സവന ഇതിത്രയ. ആദ്യം ഇന്ന് നമ്മൾ പഠിപ്പിച്ചു മഹാവീര സവന ഇതിത്രയ ആഫൻ ഊർധ്വരേതഃ ആഫൻ ഊർധ്വരേതസ്ഥ ഊർധ്വരേതസ അല്ലേ? ഊർധ്വരേതഫസ്ത രേതഫ കഴിഞ്ഞിട്ട് സ്ത. എന്നുള്ളത് തേയാകും. അർത്ഥം പറയുമ്പോൾ തേയാകും മതി, പക്ഷെ അർത്ഥം പറയുമ്പോൾ തേയാകും. ആഫന് ഊർധ്വരേതഫസ്ത, പക്ഷെ അർത്ഥം പറയുമ്പോൾ ആഫന് ഊർധ്വരേതഫഃ തേ ആത്മവിദ്യായം എന്നവിടെ ഏകാരം വരണം. അർത്ഥം പറയുമ്പോൾ മതി, വായിക്കുമ്പോ വേണ്ട. അതുകൊണ്ടാണ് വായിക്കുമ്പോ സ്ത മാത്രം വായിച്ചാൽ ഒരു രണ്ട് പ്രകാരം വരും. ഊർധ്വരേതഫസ്ത മൂന്നാം പ്രാവശ്യം അത് ഇന്ന് തന്നെ ഒന്നുകൂടെ വായിച്ച് ഉറപ്പിക്കണം. ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ച് ഉറപ്പിച്ച് വെച്ചാൽ അത് കിട്ടും. നാളെ ആക്കരുത്, ഇന്ന് തന്നെ വായിക്കണം. കഴിയും. പാരമഹംസ്യമേവാശ്രമ അഭജൻ. അതെ, അത് കിട്ടി സാർ.
അത് കിട്ടി സാറേ. ആവാം. ഇതിൽ സംശയമൊന്നുമില്ലേ? ഇല്ലെങ്കിൽ നമുക്ക് എന്റെ സമയമാകുന്നു ഉപസംഹരിക്കാം. അടുത്തയിലേക്ക് കടന്നാൽ പിന്നെയും താമസം. അടുത്ത 2 ശ്ലോകം കഴിഞ്ഞാൽ പിന്നെ നീണ്ട ഒരു ഗദ്യം. ചില നീണ്ട ഗദ്യങ്ങൾ നമുക്ക് പതുക്കെ പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ പോയാൽ പോരെ? അതോ മതി സാറേ. കാരണം അല്ലാതെ വെറുതെ ഞാൻ ഒന്നിച്ച് കൂട്ടി വായിച്ചൊരു അർത്ഥം പറഞ്ഞു ഇതേമാതിരി ഇപ്പൊ പറഞ്ഞതുപോലെ പദച്ഛേദം ചെയ്ത് സാർ ഇങ്ങനെ പറഞ്ഞ അർത്ഥം പഠിച്ചു പോകണം. അപ്പൊ ഭാഗവതം പഠിക്കാന്ന് പറയുന്നത് അവിടെയാ, മറ്റേ വായിക്കില്ല. സാറ് നിർത്തി ചൊല്ലുന്നിടത്ത് എല്ലാവരും ഒന്ന് മാർക്ക് ചെയ്ത് മാർക്കിടുക. ഇത് കിട്ടാൻ വരുന്നെങ്കിൽ അവസാനം ഒന്ന് ചോദിക്കാം, ഇടയ്ക്ക് ആ ഭാഗം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഞാൻ പറയുമ്പോ വീണ്ടും മാർക്ക് ചെയ്യാം. അങ്ങനെ ചെയ്തു പോയാ എന്നിട്ട് അതെ. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ നീണ്ടതായതുകൊണ്ട് ഞാൻ നിർത്തി പറയുമെങ്കിലും ചിലപ്പോൾ ഞാൻ പീടി പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പകുതിയേ കിട്ടുള്ളൂ, ബാക്കി കിട്ടാൻ വന്നേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എടുത്ത് പറയാൻ എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ വീണ്ടും എടുത്ത് ഒന്നുകൂടെ പറയും. രണ്ടാമതും മൂന്നാമതും ഇപ്പൊ അത് പ്രാവശ്യം പറയുമ്പോൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റുമായിരിക്കും. അതിൽ ആക്ഷേപം വിചാരിക്കണ്ട, വീണ്ടും ചോദിച്ചാൽ മതി. എത്ര പ്രാവശ്യം പറയാനും ഞാൻ തയ്യാറാണ്, ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് ചില സമസ്ത പദങ്ങളൊക്കെ ഇച്ചിരി സന്ധിയൊക്കെ വരുന്നിടത്ത് ഇച്ചിരി പ്രയാസമുള്ള പദങ്ങളുണ്ട്. കുറെ കൂടെ സരളമാണ്. അതെ അതെ അതെ. പദങ്ങളും ഇത്രയും, പക്ഷെ ഇത് കുറെ കൂടെ കട്ടിയായിട്ടുള്ള പദങ്ങളാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഒരു പേജൊക്കെ ഒരു സെന്റൻസ് അതാണ് നീണ്ടുപോകും. അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിലാവണ്ടല്ലേ? ഇനിയിപ്പോ നമുക്ക് ഏപ്രിൽ 1 മാസം വെക്കേഷനാണ്. എല്ലാ ക്ലാസ്സുകൾക്കും 1 മാസം അവധി കൊടുക്കുകയാണ്. 12 മാസം പഠിപ്പിക്കുന്ന 11 മാസം മതിയാക്കാം. 1 മാസം റെസ്റ്റ് എന്നാണ്. റെസ്റ്റ് ഇല്ല എങ്കിൽ തന്നെ ആ 1 മാസം എല്ലാ ക്ലാസ്സുകളും 1 മാസത്തേക്ക് ഉണ്ടാവില്ല. പഠിതാക്കൾക്ക് സാറിനില്ല, പഠിതാക്കൾക്ക്. അപ്പൊ പിന്നെ നമ്മൾ മെയ് മുതൽ ആരംഭിക്കും. മെയ്യിൽ മുതൽ ഈ ക്ലാസ് തുടങ്ങും, ജൂൺ മുതൽ സംസ്കൃതം ആരംഭിക്കും. ഈ അധ്യാത്മിക ക്ലാസ്സുകൾ ഈ മാർച്ച് അടുത്ത നാളത്തെ ക്ലാസ്സുകളുണ്ട്. അപ്പൊ അത്രയും നിങ്ങളൊന്ന് വായിച്ച് നമുക്ക് ഉറപ്പിച്ചു വെച്ചോളൂ. അത്ര അത് രസമായി. ഇന്ന് ഉപസംഹരിക്കാം. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. നന്ദി, നമസ്കാരം. നമസ്തേ സർ.